ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ മലയാളം ക്രിസ്ത്യൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും അവൻ്റെ മനസ്സിനെയും പറ്റിയാണ്. അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കർത്താവായ യേശുക്രിസ്തു ഒരു ദൈവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചുയർക്കപ്പെട്ട ഒരു കുഞ്ഞാടുമാണ് എന്ന് നമ്മൾ ക്രിസ്ത്യാനികൾക്ക്. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ജൂതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ ആണെങ്കിൽ അവനെ ഒരു പ്രവാചകനായി മാത്രം കാണുന്നവരായിരിക്കാം. എന്നാൽ യഥാർത്ഥ ദൈവജനത്തിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ എന്താണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവ രീതികൾ, അവന്റെ മനസ്സ് എപ്രകാരമുള്ളതാണെന്ന് അറിയാൻ സാധിക്കും. അതിനുള്ള ബന്ധത്തിൽ ഞാനൊരു വേദഭാഗം വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് യേശുക്രിസ്തു മരിച്ചതിന് ശേഷമുള്ള ഒരു നടന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അവർക്കൊന്നും ഒരു മീനും അവർക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. നമുക്കറിയാം, സർവജ്ഞാനിയായ ദൈവം മനുഷ്യനായതാണ് യേശുക്രിസ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും പിടിക്കാൻ തക്കൊണ്ട് സാധിച്ചില്ല. എന്നാൽ കറക്റ്റ് സമയത്ത്, യഥാർത്ഥമായ സമയത്ത് കർത്താവായ യേശുക്രിസ്തു അവിടെ വരികയാണ്. കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ നോക്കി കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ വന്നത് പറയുകയാണ്, പടകിന്റെ വലത്തുവശത്ത് വല വീശുവിൻ. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇലച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു അപ്പവും കണ്ടു. ഇവിടെ ശിഷ്യന്മാർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇത് യേശു ചെയ്ത ഒരു പ്രവൃത്തിയാണ്. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വലയുണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരത്തിന്, നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇവിടെ ശിഷ്യന്മാർ രാത്രി അവരുടെ എല്ലാ ഹോപ്പും നശിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടും യേശുക്രിസ്തു മരിച്ചു എന്ന ശേഷം അവരുടെ എല്ലാ ഹോപ്പും കഴിഞ്ഞിട്ട് പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പഴയ തൊഴിൽ ചെയ്യുവാൻ തക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ യേശുക്രിസ്തു കറക്റ്റ് സമയത്ത് അവിടെ വന്നിട്ട് വലത്തുവശത്ത് വല വീശു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് മാത്രമല്ല, യേശു ഇവർക്ക് വേണ്ടി കറക്റ്റ് സമയത്ത് തീക്കനലിന്മേൽ ചുട്ട മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് യേശുവിന്റെ സ്വഭാവവും അവന്റെ മനസ്സും. ഇതിനോടുകൂടെ വീണ്ടും വായിക്കാം. യേശു അവരോട്, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും, നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതുപോലെ തന്നെ യേശു അവരെ ഈ സമയത്ത് വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഓൾറെഡി അവർക്കുള്ള ഭക്ഷണം യേശു പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഇതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ മനസ്സായിട്ടുള്ളത്. നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ദുഃഖത്തിലായിരിക്കുമ്പോൾ
നാം വിചാരിക്കും ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്, യേശു എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ആ സ്നേഹം, ആ കറക്റ്റ് സമയത്ത് തന്നെ യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ധൈര്യമായിരിക്കുക. ശിഷ്യന്മാർക്ക് സംഭവിച്ച പോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതൊക്കെ ഇടയായിത്തീരും. ഇനി ഇതിനുള്ള ബന്ധത്തിൽ കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഇതിനുള്ള ബന്ധത്തിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലെ 7 അധ്യായം വായിക്കുന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതിന്റെ 54-ാം വാക്യം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്റ്റെഫാനോസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. എന്നാൽ സ്റ്റെഫാനോസ് കല്ലെറിയപ്പെടുമ്പോൾ, അവൻ മരണത്തെ കാത്തു നിൽക്കുമ്പോൾ, അത്രമാത്രം ജനങ്ങൾ അവനെ കല്ലെറിയാൻ പോകുമ്പോൾ ഇവൻ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന ദൈവമാണ്. എന്നാൽ സ്റ്റെഫാനോസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലേക്ക് വിളിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ആ തീക്ഷ്ണതയുള്ള സ്റ്റെഫാനോസിന്റെ കഷ്ടതയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്റ്റെഫാനോസിനെ സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇതിലും വിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? ഇതാണ് യേശുവിന്റെ മനസ്സും സ്വഭാവവും. അടുത്ത ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 8:5. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവ്, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, യേശുക്രിസ്തു ഇന്നത്തെ നമ്മൾ ചില ആളുകളൊക്കെ കാണുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചില വിശ്വാസികൾ ഇങ്ങനെയാണ്, അത് ഞാൻ വലിയൊരു കുറ്റമായിട്ട് പറയില്ല. ചില ആളുകളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ, നമ്മളിപ്പോ ഒരാൾ വിളിക്കുകയാണ്, എനിക്കാകെ എന്റെ മകന് വിഷമമായിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഡോക്ടറോടൊക്കെ പറയുമെങ്കിൽ ഡോക്ടർ നമ്മളെ വീട്ടിൽ വന്ന് കാണുന്ന ഡോക്ടർമാർ കുറവാണ്. ഇന്ന് നമ്മുടെ രോഗിക്ക് ഒരാൾ രോഗിയായി കിടക്കുകയാണ്. അപ്പൊ നമ്മളെ ഈ ഡോക്ടറെ അറിയില്ല, എവിടുന്നോ വരുന്ന ഒരു ഡോക്ടർ, എവിടുന്നോ ഇപ്പൊ നമ്മുടെ ഒരു മകൻ രോഗം പിടിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്റെ കുഞ്ഞിന് വയ്യ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ നിങ്ങൾ പറയുമോ, ഞാൻ വീട്ടിൽ വന്ന് സൗഖ്യമാക്കാന്ന് പറയുമോ ഏതെങ്കിലും ഡോക്ടർ? ഡോക്ടർമാർ സാധാരണയായിട്ട് പറയില്ല. എന്നാൽ യേശു പറയുകയാണ്, ഈ ഉലകത്തിന്റെ ദൈവമായ യേശുക്രിസ്തു, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു റെഡിയാണ്. ഇതാണ് യേശുവിന്റെ സ്വഭാവവും അവന്റെ മനസ്സും ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, എത്ര വലിയ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. അപേക്ഷിക്കുന്നവന്റെ വീട്ടിൽ പോയിട്ട് അവനെ സൗഖ്യമാക്കാനുള്ള മനസ്സ്. അതിനോട് ശേഷം വേറെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വൈകുന്നേരം, ഇത് ദൈവാധീനത്തിലുള്ളതാണ്, ഇത് ഞാൻ നോട്ട് ചെയ്തില്ല, അത് ക്ഷമിക്കണം. ഇത് ഒരു വാക്യമായിട്ട് ഞാൻ വായിക്കാം. വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചൂന്നെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. നമ്മൾ വായിക്കുന്നത്, അവൻ സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. അപ്പോ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രോഗമുള്ള ആൾക്കാര്, ഇങ്ങനത്തെ കുറെ ആളുകളെ കൊണ്ടുവന്നിരിക്കാം. അപ്പൊ യേശുക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കി. അത് വൈകുന്നേരമായപ്പോൾ എന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ യേശുക്രിസ്തു വളരെയധികം അധ്വാനിച്ച് തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നുവെച്ചാൽ വളരെയധികം സമയമെടുത്ത് ഓരോ ഭൂതങ്ങളെയും പുറത്താക്കി, ഓരോരുത്തരുടെയും ഭൂതങ്ങളെ പുറത്താക്കി, അതുപോലെ തന്നെ ഇത്രമാത്രം സമയമെടുത്ത് ഓരോ രോഗമുള്ളവരെയും സൗഖ്യമാക്കി. എത്രമാത്രം കഷ്ടപ്പാട് യേശുക്രിസ്തു ഏറ്റിട്ടുണ്ട്. അന്ന് കഷ്ടപ്പാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമയം എടുത്തിട്ടുള്ള, അതിനുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത വാക്യം വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ്. അതിന്റെ ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളെ എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. യേശുക്രിസ്തു അപ്പം കൊണ്ട് അനേക പേരെ പോഷിപ്പിക്കാൻ മുമ്പുള്ള കാര്യമാണ്.
അവിടെ 3 ദിവസമായിട്ട് ഇവരെന്നെ ഏറ്റവും വലിയ പുരുഷനുണ്ട്, 3 ദിവസമായിട്ട് ഇവർ ആ പുരുഷാരമുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷിക്കാവുന്നില്ലാത്തതുകൊണ്ട് യേശു ക്രിസ്തുവിന് അവരോട് അലിവ് തോന്നുന്നു. നമ്മുടെ സ്വർഗത്തിൽ നിന്ന് അവതരിച്ച ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ആ യേശുവിന് തൻ്റെ സൃഷ്ടികളോട് അലിവ് തോന്നുന്നു. എത്രമാത്രം നല്ല ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മുടെ യേശുവിന്റെ. എത്രമാത്രം നല്ല മനസ്സാണ് നമ്മുടെ യേശുവിന്റെ. അതോടൊപ്പം തന്നെ അടുത്ത വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് 1:35. അധികാലത്ത് ഇരുട്ടോടെ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇരുട്ടുള്ളപ്പോൾ തന്നെ അധികാലത്ത് യേശുക്രിസ്തു ഒരു നിർജ്ജന സ്ഥലം, ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്ന, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു യേശു. നമുക്ക് നമുക്ക് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. എന്നാൽ യേശു എങ്ങനെയായിരുന്നു? അനേക ദൈവദാസന്മാർ വളരെ നേരത്തെ 4 മണിക്കും 5 മണിക്കും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു അതുപോലെ അധികാലത്ത് നേരത്തെ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത്, ഒരു ശല്യങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന അല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ശീലം, ഈ യേശുവിന്റെ ഈ ശീലം നമ്മൾ എല്ലാവരും പ്രാവർത്തികമാക്കേണ്ടതാണ്. സ്തോത്രം. ഞാൻ അധികാലത്തെ ഉണരും എന്നൊരു വാക്യം കൂടി ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹത്തിന് സ്തോത്രം. ഈ ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം വായിക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. ഇവിടെ യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു രാത്രി മുഴുവനായിട്ട് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു ഒരു മലയിൽ ചെന്നിട്ട് ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി കഴിച്ചു. അപ്പൊ എന്തുമാത്രമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ, ഒരു തെറ്റുമില്ലാത്ത എങ്ങനെ ഒരു മനുഷ്യനായിരിക്കണം, അതിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു കഴിഞ്ഞിട്ടേ വേറെ ഏത് മനുഷ്യനേ ഉള്ളൂ. ആ യേശുക്രിസ്തു മനുഷ്യൻ എന്ന രീതിയിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി മൊത്തം കഴിക്കുകയാണ്. ശിഷ്യന്മാരെയാണ് പിറ്റേ ദിവസം തെരഞ്ഞെടുക്കുന്നത്. അതിനുള്ള ആ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരുക്കത്തിനായിട്ടായിരിക്കാം ഒരുപക്ഷെ യേശു പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നു, യേശു ഒലിവുമലയിലേക്ക് പോയി ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുവല്ലോ. ഇനി അടുത്ത വാക്യം വായിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടി വന്ന യഹൂദന്മാർ കരയുന്നു യേശു കണ്ടു ഉള്ളം നൊന്ത് കലങ്ങി. നമുക്കറിയാം, പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ആ യേശു ക്രിസ്തുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത്രമാത്രം സ്നേഹം, അത്രമാത്രം മാനുഷികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രമാത്രമുള്ള സ്നേഹവും കരുണയും ഉള്ള ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. കാരണം പൂർണ്ണ മനുഷ്യനും നമുക്ക് നോക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തു ഈ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. യേശു ചോദിക്കുകയാണ് അവനെ വെച്ചത്, ലാസറിനെ അടക്കിയത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. അടുത്ത ഒരു വാചകമാണ്, യേശു കണ്ണുനീർ വാർത്തു. യേശുവിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ വാർത്തതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ലാസറിനെ അത്രമാത്രം യേശു സ്നേഹിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ യേശു മാനുഷികമായ നിലയിൽ യേശു എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന് ഇവനെയും മരിക്കാതിരിക്കാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറക്കിലെത്തി. ഉള്ള നൊന്ത് തന്നെ യേശു ലാസറിന്റെ കല്ലറക്ക് വന്നിരിക്കുകയാണ്. ഇനിയും വായിക്കാൻ ഉള്ള നൊന്ത് തന്നെ യേശു കല്ലറക്കെത്തി ലാസറിനെ ഉയർപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോ ചിന്തിച്ചു, മനസ്സിലുള്ള യേശു ക്രിസ്തു, കറക്റ്റ് സമയത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന യേശു ക്രിസ്തു, ഇത്തരത്തിലുള്ള യേശുവിന്റെ സ്വഭാവങ്ങൾ, രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന യേശു ക്രിസ്തു, അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു, ഒലിവുമലയിലേക്ക് പോകുന്ന യേശു ക്രിസ്തു. ഇനി അടുത്തായിട്ട് ചിന്തിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു.
അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ട് കർത്താവിന് മനസ്സലിഞ്ഞ് അവളോട്, ഇവിടെ നമ്മൾ വായിക്കുകയാണ്, കർത്താവായ ദൈവത്തിന് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാലിക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ അമ്മയ്ക്ക് ഏകജാതനായിട്ട് മകനെ മനസ്സലിഞ്ഞ് സൗഖ്യമാക്കുന്ന ആ യേശു ക്രിസ്തു നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു വാക്യം ആഗ്രഹിക്കുന്നു. 1-ാം വാക്യം മുതൽ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു ഇങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. എങ്ങനെയുള്ളവനാണ് യേശു എന്ന് കാണുവാൻ? സക്കായി ഹൈറ്റ് കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ തക്കവണ്ണം ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. പുരുഷാരത്തിന്റെ ഒരു അവറേജ് ഹൈറ്റ് ചിലപ്പോൾ സക്കായിക്ക് ഉണ്ടായിരിക്കില്ല. അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണുന്ന ഒരു കാട്ടത്തിമേൽ കയറി. സക്കായി യേശുവിനെ കാണാൻ വേണ്ടി സകലവിധം എഫർട്ടും എടുത്തുകൊണ്ട് ഒരു മരത്തുമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി. യേശുവിടെ ഈ വഴിയായിട്ട് വരുമ്പോൾ ഇവിടെ സക്കായി അടുത്തെത്തുമ്പോൾ മേലോട്ട് നോക്കി. സക്കായി നമ്മുടെ കാട്ടത്തിമേൽ കയറിയിരിക്കുകയായിരുന്നു. യേശു മേലോട്ട് നോക്കിയിട്ട് പറയുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സർവജ്ഞാനിയായ ദൈവം പറയുകയാണ്, സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുമ്പോ യേശു അവന് പേരെടുത്ത് വിളിച്ച് പറയുകയാണ്. ആ കാട്ടത്തിമേലിരിക്കുന്ന സക്കായിയോട് യേശു പേരെടുത്ത് വിളിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോട് അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായി ഒരു ചുങ്കക്കാരനാണ്, ചുങ്കം പിരിക്കുന്നവനായിരുന്നു. യേശു ക്രിസ്തു ഒരു പാപിയായ മനുഷ്യനെ, അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ പാപിയായി കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യനെ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരും. ഇതാണ് യേശു ക്രിസ്തു. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു അവിശ്വാസിയാണെങ്കിൽ, ഒരു ഹിന്ദുവോ മുസ്ലിമോ ജൂതനോ ആണെങ്കിൽ ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളിൽ വാസം ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വാസം ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന് നിങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങൾ നിത്യജീവൻ തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യണം. നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും വേദഭാഗങ്ങൾ വായിച്ചത്. യേശു ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഖുറാനോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ രാമായണമോ വായിച്ചിട്ട് കാര്യമില്ല. ദൈവവചനം വായിക്കണം. ദൈവവചനത്തിലാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വായിച്ചു തന്നത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരും. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടും. നിങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകപ്പെടും. ഇതാണ് യഥാർത്ഥമായ സുവിശേഷം. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ കുറിച്ച്, യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. അടുത്ത വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം വാക്യം. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്നു. ഇവിടെ യേശുവിന്റെ മാനുഷികമായ രീതിയിൽ യേശു വഴി നടന്ന് ക്ഷീണിച്ചു. അതിനുശേഷം ഉറവിനരികെ അരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. ഇവിടെ ക്ഷീണം ഉള്ള ഒരു യേശുവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനുഷികമായിട്ടുള്ള രീതിയിലുള്ള ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ വാക്യം ഉൾപ്പെടുത്തിയത്, ഈ വചനം. അടുത്ത വചനമായിട്ട് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 41-ാം വാക്യം മുതൽ. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുക തിന്നു. ഇത് ഞാൻ ഈ വചനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണ മനുഷ്യൻ, നമ്മളൊക്കെ ഒരു വീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കില്ല, വല്ലതും ഭക്ഷിക്കാണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ല. നമ്മളുടെ മര്യാദയ്ക്ക് അത് വിരീതമാണ്. എന്നാൽ യേശുവിന്റെ സ്വഭാവം കുറച്ചൊക്കെ വ്യത്യാസമുള്ളതാണ്. കാരണം യേശു ക്രിസ്തു അവരോട് ചോദിച്ചു, തിന്നുവാൻ വല്ലതും ഉണ്ടോ?
അപ്പൊ ഇതൊരു വ്യത്യസ്തമായ രീതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പിന്നെയുള്ളത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തിയതിന് ശേഷവും ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ഈ വചനത്തിലൂടെ സാധിക്കും. അടുത്ത യോഹന്നാൻ സുവിശേഷം 4:7 വായിക്കാം. ഒരു ശമരി സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യേശുക്രിസ്തു ഇവളോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് തുടക്കത്തില് യേശുക്രിസ്തു ചോദിക്കണം എനിക്ക് കുടിപ്പാൻ തരുമോ. ഒരു മനുഷ്യ സ്ത്രീയോട് വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുന്ന യേശുക്രിസ്തു നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് മർക്കോസ് 10:13 മുതൽ വായിക്കാം. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവനെ ശാസിച്ചു. ഇവിടെ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ അവരെ ശാസിച്ചിട്ട് യേശു അത് കണ്ടാറെ മുഷിഞ്ഞു അവരോട്. ഇവിടെ മുഷിഞ്ഞു എന്നുള്ള മലയാള തർജ്ജിമയാണ്. അത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യേശു അത് കണ്ടാറെ മുഷിഞ്ഞു അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരോടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ഒരുത്തിനും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. ശിശുക്കളെ സ്നേഹിക്കുന്ന ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു, അതിനുശേഷം ശിശുക്കളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഇത് യേശുവിന്റെ ഒരു സ്വഭാവ സവിശേഷതയായിരുന്നു. അതിനുശേഷം നമുക്ക് മത്തായി സുവിശേഷം 9:35 മുതൽ വാക്യങ്ങൾ വായിക്കാം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ വായിക്കുകയാണ് സകലവിധമായ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. നല്ല വൈദ്യനാണ് യേശുക്രിസ്തു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. വീണ്ടും പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടതുകൊണ്ട് യേശുവിന്റെ മനസ്സ് വീണ്ടും അലിയുന്നതായിട്ട് നമുക്കിവിടെ വായിക്കാം. തന്റെ ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണമെന്ന് യാചിപ്പിനെ എന്ന് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉപവാസത്തിന് ശേഷം വിശന്ന മനുഷ്യത്വമുള്ള മാനുഷികമായിട്ടുള്ള വിശപ്പ് വന്ന യേശുക്രിസ്തുവിനെ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 4:1 മുതൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഉപവാസത്തിന് ശേഷം 40 ദിവസം ഉപവാസത്തിന് ശേഷം വിശന്ന യേശു, സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കല്ലിനോട് അപ്പമായി എന്നിട്ട് അതിന് അപ്പമാകുവാൻ പറഞ്ഞിട്ട് അതിനെ ഭക്ഷിക്കുമെന്ന് യേശുക്രിസ്തു വചനം കൊണ്ട് സമ്പൂർണമായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും നല്ല മനുഷ്യൻ, നമ്മളെവിടെ മനുഷ്യന്റെ പൂർണ്ണതയെ കാണണം, അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറയുകയാണ് വചനം കൊണ്ട് ഈ പരീക്ഷയെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ വചനം ദൈവവചനമാണ് യേശു പറഞ്ഞത്. ആ വചനം കൊണ്ട് സാത്താന്റെ പരീക്ഷയെ നേരിടുന്ന യേശുക്രിസ്തു നമുക്ക് കാണാൻ സാധിക്കും. ഇനി യേശു പറഞ്ഞ ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു സ്വയം പറയാണ് ഞാൻ നല്ല ഇടയനാകുന്നു. യേശു ദൈവമാണ്, ദൈവപുത്രനായ ക്രിസ്തുവായ യേശു പറയാണ് ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്നു എന്നുവെച്ചാൽ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി യേശുക്രിസ്തു പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ആടുകൾക്ക് വേണ്ടിയിട്ട് തന്റെ ജീവനെ കൊടുത്ത് യേശു പറഞ്ഞ അതേ വാക്യം തന്നെ അവൻ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. ഇനി ഞാൻ യേശുവിന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയും യേശുക്രിസ്തുവിന്റെ മനസ്സിനെ പറ്റിയൊക്കെ ഞാൻ പറയുകയുണ്ടായി. ഇനി ഞാൻ കുറച്ച് വാക്യങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടി മത്തായി സുവിശേഷം 11:28 മുതൽ വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആളുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഇവിടെ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നു. നിങ്ങളൊരു വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ യേശു തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു നിങ്ങൾക്ക് ആശ്വാസം തരാൻ സാധിക്കും. നിങ്ങൾ എന്തുമാത്രം കഷ്ടതയിലൂടെ പോവുകയാണെങ്കിലും, എന്തുമാത്രം കടബാധ്യതകളിലൂടെ പോവുകയാണെങ്കിലും, എന്തുമാത്രം രോഗപരമായിട്ടുള്ള ശാരീരിക ബലഹീനതകളിലൂടെ പോവുകയാണെങ്കിലും യേശുവിലേക്ക് തിരിയുക. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ തുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. യേശു സ്വയം പറയുകയാണ് സൗമ്യതയും അതുപോലെ തന്നെ വിനയമുള്ള താഴ്മയുള്ള അവനാണ് സ്വയം പറയുകയാണ്. അതുകൊണ്ട് യേശുവിനെ തന്നെ പിന്തുടരുവാൻ തരണം യേശു തന്നെ പറയുകയാണ്. സ്തോത്രം. ഇനി മർക്കോസിന്റെ സുവിശേഷം 14-32 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ ഗത്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നറി അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നായെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. ഞാൻ അവസാനമായി പറഞ്ഞു വരുന്നത് ഇതാണ്. കർത്താവായ യേശുക്രിസ്തു മരണത്തിന് മുമ്പായി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ കർത്താവായ യേശുക്രിസ്തു ചുമത്തുകയാണ്. ഒരു മരണമാണ്, ഒരു യാഗമായിട്ട് യേശുക്രിസ്തു മരിക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് ഈ പ്രഷറൊക്കെ കൂടിയിട്ട് യേശുക്രിസ്തു ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്തുമാത്രം വലിയ കഷ്ടതയായിരുന്നു. യേശുക്രിസ്തുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയാണെന്ന് നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നു ദൈവവചനത്തിൽ. ഈ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും കർത്താവായ യേശുക്രിസ്തു ഒരു കുഞ്ഞാടായിട്ട് യേശുവിൽ ചുമത്തപ്പെടുമ്പോൾ അതിന്റെ ശിക്ഷയായിട്ടുള്ള മരണം അത് മുന്നിൽ കാണുമ്പോൾ ഇതെല്ലാം ചുമത്തിട്ടുമ്പോൾ ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ള വേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ പറയുകയാണ് ശിഷ്യന്മാരോട്, ഇവിടെ പാർത്തുണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോണെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രങ്ങളിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അനേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അതിൽ വലിയൊരു കാര്യമായിട്ടുള്ളത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു യാഗമായി മരിക്കുക എന്നതായിരുന്നു. നമ്മൾ പാപം ചെയ്ത് നിത്യമായ നരകം വിധിക്കപ്പെട്ടവരായി നമ്മളെ രക്ഷിക്കുന്ന കൊണ്ണം സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യന്മാരെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച് പെർഫെക്റ്റ് സ്വഭാവ സവിശേഷതയുള്ളവനായിട്ട് നമ്മുടെ പാപങ്ങൾക്കെല്ലാം മരിക്കുമെന്ന കൊണ്ണം യേശുക്രിസ്തു ഇടയായി തീർന്നു. നിങ്ങളെ അവൻ വിളിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമെന്ന കൊണ്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമെന്ന കൊണ്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവനെ ഇൻവൈറ്റ് ചെയ്യുക. അടുത്തായിട്ട് മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം വായിക്കാൻ അദ്ദേഹത്തിന് 35 വാക്യം വരെ വായിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്നാറെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തീരെ തള്ളിക്കയറി ആകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ ആ മരത്തിൽ തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമൊന്നുമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്ന് വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അടുത്തായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 24 വാക്യം മുതൽ. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അതിനോട് ഉള്ള ഒരു ദൈവവചനമാണിത്, വേദഭാഗമാണിത്. യേശുക്രിസ്തു മാർത്ത പറയുകയാണ്, ലാസർ ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ജീവിക്കുമെന്ന്. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം ജീവനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് ഞാൻ പറയാം, നിത്യജീവൻ. യേശു തന്നെ പറയുന്നത്, ഞാൻ തന്നെയാണ്
പുനരുദ്ധാനവും ജീവനും. യേശു തന്നെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും, നിത്യജീവൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ മരിച്ചാലും സ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കും. അതാണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ജീവിച്ചിരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ രണ്ടാം മരണം ഉണ്ടാവില്ല, നിത്യമായ മരണം അവൻ ഉണ്ടാകില്ല, അവൻ നിത്യമായ ജീവനിലേക്ക് കിടക്കും. ഇത് നീ വിശ്വസിക്കുന്നു എന്നു പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തന്റെ സഹോദരിയായ മറിയ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മാർത്ത വിശ്വസിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാർത്ത വിശ്വസിച്ച പോലെ തന്നെ നിങ്ങളും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു പ്രക്രിയയാണ്, ഇത് ഒരു പ്രാവശ്യം സംഭവിക്കുന്ന പ്രക്രിയയാണ്. നിങ്ങൾ എന്ന് ഇത് വിശ്വസിക്കുന്നു, എന്ന് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവോ, അന്ന് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടും, നിങ്ങൾ സ്വർഗത്തിൽ നിത്യജീവനിലേക്ക് കടക്കും. അത് ഒരു സമയത്ത് ഉണ്ടാവേണ്ടതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇനി യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 5-ാം വാക്യം മുതൽ. തോമസ് അവനോട്, കർത്താവ്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്. യേശു പറഞ്ഞ കാര്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു ക്രിസ്തു തന്നെ പറഞ്ഞൊരു വചനമാണ്. ദൈവത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹൈന്ദവ ആചാരങ്ങളോ ഹൈന്ദവ ദേവന്മാരോ എന്തെങ്കിലും ഒരു മീഡിയേറ്ററോ വെച്ച് കിടക്കാൻ പറ്റും. ആകെ ഒരു മീഡിയേറ്ററേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. വേറെ ഒരു മീഡിയേറ്റർ, നിങ്ങൾ മുഹമ്മദോ അല്ലെങ്കിൽ വേറെ ഏത് മതങ്ങളും ആയിക്കോട്ടെ, ആ മതങ്ങളിലൂടെ നിങ്ങൾ ആരാധിക്കുന്ന ദേവന്മാരിലൂടെ ദൈവത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതിന് ആകെ ഒരു പിതാവായ ദൈവത്തിലേക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. ഇനി അവസാനമായിട്ട് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വേറെ ഒരു മനുഷ്യനിൽ നിങ്ങൾക്ക് രക്ഷ കാണാൻ പറ്റില്ല. നിങ്ങൾ വേറെ ഏത് വിഗ്രഹം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ദേവൻ വഴിയോ രക്ഷിക്കപ്പെടുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. സ്വർഗത്തിലേക്കുള്ള എൻട്രൻസിന് സാധിക്കില്ല. അതിനായിട്ട് ഒരു നാമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു എന്ന നാമം. മനുഷ്യരുടെ വേറൊരു നാമവും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായിട്ട് അവതരിച്ച യേശു ക്രിസ്തു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു, രോഗികളെയും ഭൂതം ബാധിച്ചവരെയും സൗഖ്യമാക്കിയ യേശു ക്രിസ്തു, നിങ്ങളുടെ ഉള്ളിലെ സക്കായിയോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ പോലെ, അത് സക്കായിനെ ഇൻവൈറ്റ് ചെയ്ത പോലെ നിങ്ങളിലേക്ക് വരുമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടും, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ മക്കളാകും. അത് മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് കിടക്കും, നരകം ഒഴിഞ്ഞു മാറും, നിങ്ങളുടെ ശിക്ഷ, പാപത്തിന്റെ മരണം ഒഴിഞ്ഞു മാറും. നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റിപ്പൻഡൻസിലേക്ക് ആദ്യമായി വരണം. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ അനുദപിക്കണം. അതിനുശേഷം കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കണം. യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ച് നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. അതിനുശേഷം നിങ്ങൾ അവനെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവന്റെ നാമത്തിൽ ദൈവത്തോടും പിതാവിനോടും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വഭാവത്തെ കുറിച്ചും അവന്റെ മനസ്സലിവിനെ കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി. ദൈവവചനത്തിൽ തന്നെ ധരിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒന്നും കിട്ടാതെ വലഞ്ഞു വന്നപ്പോൾ അവർക്ക് ഭക്ഷണം ഒരുക്കുകയും അവരെ കരുതുകയും ചെയ്തു. അതുപോലെ തന്നെ അനേകരെ അവൻ ഭൂതഗ്രസ്തരെയും രോഗികളെയും അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കിയത് പറയുകയുണ്ടായി. കാലത്ത് വിളിച്ച് രോഗിയുടെ അടുത്തേക്ക് വരികയില്ല, രോഗിയെ കൊണ്ട് അങ്ങോട്ട് പോകണം. എന്നാൽ യേശു രോഗിയുടെ അടുത്തേക്ക് ഇരുന്ന് സൗഖ്യമാക്കി, സൗഖ്യമാക്കിയതൊക്കെ നമുക്ക് യേശുക്രിസ്തുവിന്റെ മനസ്സിലും യേശുക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതകളും, അവൻ ആ മധ്യാഹ്ന സമയത്ത് ശല്യക്കാരി സ്ത്രീയെ ചെന്നതും, അതുപോലെ തന്നെ വിധവയുടെ അടുത്ത് ചെന്ന ലാസറിനെ ഉറപ്പിക്കാനായിട്ട് ചെല്ലുന്നതും, അവന്റെ പുനരുദ്ധാരണ ശക്തിയെ കുറിച്ചും, സ്റ്റെഫാനോസ് ആ മരിക്കുന്ന സമയത്ത് അവനെ എതിരേൽക്കുവാനായിട്ട് കർത്താവ് ഇരുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് അവന് സ്വീകരിക്കാൻ കാര്യങ്ങൾ
നേരത്തെ പരിശുദ്ധാത്മാവ് ആ പ്രിയ സഹോദരനിലൂടെ നമ്മോട് സംസാരിക്കേണ്ടായി. ദൈവം അവനെ ജപമായിട്ട് അനുഗ്രഹിക്കട്ടെ. 17 മക്കളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വളരെ ക്ലാസ്സായിട്ട് കൂടി ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ചാനലിൽ ഇന്ന് സഭയിൽ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും യേശുക്രിസ്തു നിങ്ങൾക്ക് ചെയ്തതായിട്ടുള്ള അത്ഭുതം, ഒരു സാക്ഷ്യം, അതൊരു 10 മിനിറ്റിൽ കുറയാതെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഈ ചാനലിലൂടെ അത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അത് ഏത് സഭയിലുള്ളവരായിരിക്കും കുഴപ്പമില്ല. അതിനകത്ത് ഒരു കണ്ടീഷൻ ഉള്ളത്, വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമായിട്ട് കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തി, ഏതൊരു വ്യക്തിക്കും അവൻ ഏത് സഭക്കാരനായിരിക്കും അത് അയച്ചുതരാവുന്ന നിർദ്ദേശത്തോടുകൂടി കൃത്യമായിട്ട് അയച്ചു 10 മിനിറ്റ് പറയാതെ ദൈവം ചെയ്ത അത്ഭുതം ഞങ്ങൾക്ക് അയച്ചെന്നാൽ ഞങ്ങൾ ഈ ചാനലിലൂടെ അത് തുടരുന്നതായിരിക്കും. ദൈവം ഈ ചാനൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് നല്ല വിശ്വാസവും പ്രത്യാശയുണ്ട്. അതിനായിട്ട് മക്കളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അനേകർക്ക് ആശ്വാസം ജീവനമായി പ്രിയ സഹോദരനെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അവന്റെ ശുശ്രൂഷ അധികമായിട്ട് വെളിപ്പെട്ട് വരുവാണ്. അനേക ആളുകളെ യേശുക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്ന അവൻ പറഞ്ഞതുപോലെ ആ മനസ്സാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ മറ്റൊരുവരുടെ രക്ഷിക്കപ്പെടുന്ന മനുഷ്യരുടെ വേറെ ഒരു നാമമില്ല. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരിക്കൽ കൂടി ഞാനും കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ദൈവനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.